ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് RRB ഗ്രൂപ്പ് ഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സബ്ലിമബിൾ സബ്സ്റ്റൻസ്? സബ്ലിമബിൾ സബ്സ്റ്റൻസ് ഇവിടെ ഉദ്ദേശിച്ചത് സബ്ലിമേഷനാണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഖരം നേരിട്ട് വാതകം ആവുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സോഡിയം സൾഫേറ്റ്. ഓപ്ഷൻ എ, സോഡിയം സൾഫേറ്റ്. നന്ദാദേവി നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ചമോലി ഡിസ്ട്രിക്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡാണ് റൈറ്റ് ആൻസർ. നന്ദാദേവി നാഷണൽ പാർക്ക്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. അതുപോലെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്, ഗംഗോത്രി നാഷണൽ പാർക്ക്, ഈ 3 നാഷണൽ പാർക്സും ഉത്തരാഖണ്ഡിലാണ്. അതും നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. ലിറ്റ്മസ് സൊല്യൂഷൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം? ഉദ്ദേശിച്ചത് ലിറ്റ്മസ് പേപ്പറാണ്. അത് ഏതിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിച്ചൻസ്. നമുക്കറിയാം, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു കാണും. ലിച്ചൻസ് എന്നാണ് നമ്മൾ ലിറ്റ്മസ് പേപ്പർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഹമീദ ബാനു ബീഗം വാസ് ദ മദർ ഓഫ്? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അധികം കേട്ട് കാണില്ല. ഹമീദ ബാനു ബീഗം ഈസ് ദ മദർ ഓഫ് എംപറർ അക്ബർ. അക്ബറിൻ്റെ അമ്മയാണ് ഹമീദ ബാനു ബീഗം. അത് നോട്ട് ചെയ്യുക. ഹമീദ ബാനു ബീഗം, മദർ ഓഫ് അക്ബർ. എ കംപ്രസ്ഡ് സ്പ്രിംഗ് പോസസസ്? ഈ ഒരു കംപ്രസ്ഡ് സ്പ്രിങ്ങിന് ഏത് ടൈപ്പിലുള്ള എനർജിയാണ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്, സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിനെ ലഭിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. മൂവ്മെൻറ്റ് കൊണ്ട് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ ഡാമിൽ കെട്ടി നിൽക്കുന്ന വെള്ളം, ഇതെല്ലാം പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിളാണ്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. ഹൗ ഡസ് അമീബ റീപ്രൊഡ്യൂസ്? അമീബയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബൈനറി ഫിഷൻ ആണ് റൈറ്റ് ആൻസർ. ബൈനറി ഫിഷൻ. ഡാഷ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഓൺ ദ എർത്ത്? എർത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അലുമിനിയം. അതുപോലെ നമ്മളോട് ഇനി ചോദിക്കുകയാണ് റൈറ്റ് എലമെൻറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് ആൻസർ വരിക ഓക്സിജനാണ്. ശ്രദ്ധിക്കുക, എലമെൻ്റ് ആണെങ്കിൽ ഓക്സിജൻ, മെറ്റൽ ആയതുകൊണ്ട് അലുമിനിയം. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് ആൻസർ അയൺ ആണ്. അതും ഓർത്ത് വയ്ക്കുക. വിച്ച് ചൈനീസ് സ്കോളർ സ്റ്റേഡ് ഇൻ വിജയവാഡ ടു സ്റ്റഡി ദ ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹുയാങ്സാങ് ആണ് റൈറ്റ് ആൻസർ. ഹുയാങ്സാങ്, അതായത് ഹുയാങ്സാങ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഹർഷവർദ്ധനൻ്റെ കാലത്താണ്. അതും ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓർത്താൽ മതി, ഹുയാങ്സാങ് ഹർഷവർദ്ധന, ഹുയാങ്സാങ് ഹർഷവർദ്ധന. ഓക്കെ. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ഡിമോണിറ്റൈസേഷൻ ഓൺ? നമുക്കറിയാം, ഡിമോണിറ്റൈസേഷൻ 2016 ഡേറ്റ് അടക്കം പഠിച്ചു വയ്ക്കണം. നവംബർ 8 ആണ്, നവംബർ 8, 2016. അപ്പോൾ റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. ഓക്കെ. വിച്ച് സിറ്റി ഓഫ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഓൺ റിവർ ഹൂഗ്ലി? ഹൂഗ്ലിയുടെ നദിക്കരയിൽ കാണപ്പെടുന്ന സിറ്റി ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, കൊൽക്കത്ത. അതുപോലെ ശ്രദ്ധിക്കുക, കട്ടക്ക് എന്നുള്ളത് ഒഡീഷയിലാണ്. ഒഡീഷയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദി മഹാനദിയാണ്. അപ്പോൾ കട്ടക്ക് മഹാനദിയുടെ തീരത്താണ്. അതുപോലെ ഹരിദ്വാർ ചോദിക്കുകയാണെങ്കിൽ ഗംഗയുടെ തീരത്താണ്. ദെൻ ചോദിച്ചുകൊണ്ടിട്ടുള്ളത് അയോധ്യ. അയോധ്യ ചോദിക്കുകയാണെങ്കിൽ സരയൂ നദിയുടെ നദിക്കരയിലാണ്. അപ്പോൾ ഇതും ഓർത്ത് വയ്ക്കാം. ഡ്യൂറിങ് ദ മെൽറ്റിംഗ് ഓഫ് സോളിഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ? സോളിഡ് മെൽറ്റ് ആകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൽ എന്ത് ഡിഫറൻസ് വരും? റൈറ്റ് ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇന്ത്യ സെലിബ്രേറ്റ്സ് ഇറ്റ്സ് നാഷണൽ സ്പോർട്സ് ഡേ ഓൺ? ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ് ഡേ ഏത് ദിവസമാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്,
29th ഓഗസ്റ്റ്. ഓർത്ത് വയ്ക്കുക, 29th ഓഗസ്റ്റ്. ഇത് ബർത്ത് ആനിവേഴ്സറി ഓഫ് ധ്യാൻ ചന്ദിൻ്റെയാണ്. അതായത് ഹോക്കി പ്ലെയറായ ധ്യാൻ ചന്ദിൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ദെൻ September 16, അതിൽ ഓപ്ഷൻ സി കാണാം. അത് September 16 എന്നുള്ളത് ഓസോൺ ഡേ ആണ്. അതുപോലെ April 22 എന്നുള്ളത് എർത്ത് ഡേ ആണ്, ഭൗമദിനമാണ് April 22. അത് ഓർത്ത് വയ്ക്കുക. ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ദ വെർട്ടിക്കൽ കോളംസ് ആർ കാൾഡ്, നമുക്കറിയാം വെർട്ടിക്കൽ കോളംസ് ഗ്രൂപ്പാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഗ്രൂപ്പാണ്. ഇനി ഹൊറിസോണ്ടലാ ചോദിക്കുന്നെങ്കിൽ പീരീഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഗാന്ധിജി ലോഞ്ച് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ എ സ്മാൾ വില്ലേജ് കോൾഡ് ചമ്പാരൻ. ഇൻ വിച്ച് കറൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ചമ്പാരൻ ലൊക്കേറ്റഡ്? അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചമ്പാരൻ വില്ലേജ് ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബീഹാറിലാണ്. അതുപോലെ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇതും ഓർത്ത് വയ്ക്കുക. ഇഫ് നോ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു എ മൂവിങ് ഒബ്ജക്റ്റ് ദെൻ ഇറ്റ് വിൽ സ്റ്റോപ്പ് ഡ്യൂ ടു. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റ് എങ്ങനെയാണ് സ്റ്റോപ്പ് ആവുന്നത്? അതിൻ്റെ റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, ഫ്രിക്ഷൻ കൊണ്ടാണ് സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, സയൻസ് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഡിയിൽ കുറച്ച് അധികം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അപ്ലൈഡ് സയൻസ് അല്ല, അതായത് നമ്മളുടെ ജീവിതത്തിൽ കാണുന്ന അപ്ലിക്കേഷൻ ലെവലിലല്ല ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് 2018 കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഷിഫ്റ്റിലും ഇല്ല, ചില ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെച്ചോളാം. പക്ഷേ റീസെൻറ്റ് NTPCയിലെല്ലാം നടന്ന NTPC ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലിക്കേഷൻ ലെവലിലുള്ള നമ്മൾ നോർമൽ കേരള PSCക്കൊക്കെ ചോദിക്കാറുള്ള മോഡലിലുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. ഓക്കെ, ഇഫ് ദ സ്പീഡ് ഓഫ് എ സൈക്കിൾ ബിക്കംസ് 2 times ദെൻ ദ കൈനറ്റിക് എനർജി ബിക്കംസ്. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 12mv² ആണ്. അപ്പോൾ അതിൽ v ആണ് നമുക്ക് സ്പീഡ്, അപ്പോൾ സ്പീഡ് ഡബിൾ ആവുന്നു. അപ്പോൾ v എന്ന് പറഞ്ഞാൽ നമുക്ക് 2v ആവുന്നു. അപ്പോൾ 2vയുടെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ 2ൻ്റെ സ്ക്വയർ വരും, അതായത് 4v² വരും. അപ്പോൾ 4 times ആണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. ദെൻ കലങ്കാരി എ പെയിൻറ്റിംഗ് ഫോം ബിലോങ്സ് ടു വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഈ ആർട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. കലങ്കാരി പെയിൻറ്റിങ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശിലാണ് കാണുന്നത് കലങ്കാരി പെയിൻറ്റിങ്. എക്കോസ് ആർ ഹേർഡ് ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ്, പ്രതിധ്വനി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ് ആണ് എക്കോ ആയിട്ട് മാറുന്നത്. അതുപോലെ ശ്രദ്ധിക്കാം, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് എക്കോ കേൾക്കണമെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് 17 മീറ്റർ ആയിരിക്കണം. 17 മീറ്റർ ആണ് ക്ലിയർ എക്കോ ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് ആണ്, ശ്രദ്ധിക്കാം. വിത്ത് റെഫറൻസ് ടു റീറ്റെയിൽ പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് NPCI? NPCIൻ്റെ ഫുൾ ഫോം എന്താണ്? റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി. Then, in which year was the regulation passed to ban the practice of sati? സതി നിരോധിച്ച വർഷം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1829. അതുപോലെ ആ സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നു വില്യം ബെൻഡിക്. ദാറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ദെൻ അതുപോലെ ഇതിനായിട്ട് കൂടുതൽ പ്രവർത്തിച്ച ഒരു നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ അദ്ദേഹം 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയും പോയിൻറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം നമ്മൾ ഗ്രൂപ്പ് ഡിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.